അടുത്തത് വ്യത്യസ്തമായത് ഏത്? ഓപ്ഷൻ എ PONML, ഓപ്ഷൻ ബി MRVX, ഓപ്ഷൻ സി HGFE, ഓപ്ഷൻ ഡി DCBA. വ്യത്യസ്തമായത് ഓപ്ഷൻ ബി MRVX. ഓക്കെ. അപ്പൊ ABC എഴുതി നോക്കിയാലേ മറ്റേ നമുക്ക് അടുത്തടുത്തല്ലേ ABC എഴുതി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ABCDEFGHIJKLMNOP QRSTUVWXYZ അല്ലേ? ഫസ്റ്റ് നോക്കുക POM അല്ലെ, ഇങ്ങോട്ട് നോക്കുക PONML ഇങ്ങോട്ടേക്ക് അല്ലെ. അടുത്ത് നോക്കാം എമ്മിന്റെ എങ്ങനെ കിടക്കുന്നത്? എം കഴിഞ്ഞിട്ട് R ഇവിടെയാണ്, പിന്നെ MRV ഇവിടെയാണ്, X ഇവിടെ. അതൊരു ഇത് കിട്ടുന്നത്. അടുത്ത് നോക്കുക H അല്ലെ, HGFE. അപ്പൊ ഇത് രണ്ടും ഒരുപോലെയാണ്, HGF. അവിടെ നോക്കുക DCBA, അടുത്ത് DCBA. ഇത് മൂന്നും ഒരുപോലെയാണ്. ഇത് മാത്രം വ്യത്യസ്തമായതാണ്. ഇത് POMNL. അടുത്തെന്താണ്? HGFE. അടുത്തെന്താണ്? DCBA അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1നും 100നും ഇടയിൽ എത്ര ഭാജ്യസംഖ്യകളുണ്ട്? 100നും 1നും ഇടയിൽ എത്ര ഭാജ്യസംഖ്യകളുണ്ട്? 1നും 100നും ഇടയിൽ എത്ര ഭാജ്യസംഖ്യകളുണ്ട്? ഓപ്ഷൻ തരാം. A 25. ഭാജ്യസംഖ്യ കേട്ടോ, ഭാജ്യസംഖ്യ ചോദ്യം, ഭാജ്യസംഖ്യ ചോദ്യം. 1നും 100നും എത്ര ഭാജ്യസംഖ്യ? ഓപ്ഷൻ ബി 74, ഓപ്ഷൻ സി 73, ഓപ്ഷൻ ഡി 10. 1നും 100നും ഇടയിൽ എത്ര ഭാജ്യസംഖ്യകളുണ്ട്? $74. 75 അല്ല. 1നും 100നും ഇടയിലാണ് ചോദ്യം. 75 ആണ് ഓപ്ഷനിൽ നെല്ലി തന്നെ. ഒന്നെന്തല്ല, ബാജു അബാജു അല്ല. 2, 3, 5 ഒക്കെ എന്താണ്? അഭാജ്യമാണ്. 1 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളാണ്. ചോദ്യം 1നും 100നും ഇടയിൽ. 1 100 എടുക്കേണ്ട ആവശ്യമില്ല ഇടയിൽ പറയുമ്പോ. അപ്പൊ അപ്പൊ ബാക്കി ശരിക്കും 1 അഭാജ്യസംഖ്യയല്ലാണ്. പക്ഷെ 1നും 100നും ഇടയിൽ എന്ത് എത്ര ഉണ്ട് ചോദിച്ചാൽ എത്ര വരുള്ളൂ? 73 എണ്ണേ വരുള്ളൂ. 1 100 ഒഴിവാക്കി ബാക്കി ഇത് 25 എന്താ വരുന്നേ?
അഭാജ്യ സംഖ്യയാണ്. ബാക്കി എത്ര ഉണ്ടാവും? ഇത് രണ്ടും ഒഴിവാക്കി 73 ഉണ്ടാവുള്ളൂ. 1 100 എടുക്കേണ്ട ആവശ്യം വരും. 100 ഇതിന്റെ ഇടയിലാ പറഞ്ഞത്. അപ്പൊ 1 100 ഇടയിലാണ്. ഒന്ന് എന്തുമല്ല, അഭാജ്യമോ ഭാജ്യമോ അല്ല. ഒന്ന് അഭാജ്യമോ ഭാജ്യമോ അല്ല. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? 73 ആണ് ആൻസർ വരിക. ഒന്ന് ഭാജ്യമോ അഭാജ്യമോ അല്ല. 2 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 4 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. 4 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. ഓർത്തിരിക്കുക, 4 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ അഭാസംഖ്യ എന്താ പറഞ്ഞത്? അഭാജ്യ എന്താ? 2. 1 എന്ന 2ലും 1ലും പെട്ടതല്ല. ഈ പറഞ്ഞതിലൊന്നും പെട്ടതല്ല. ഭാജ്യത്തിലും പെട്ടതല്ല. അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് 8/1/2 ഓൾ സ്ക്വയർ മൈനസ് 1/2 ഓൾ സ്ക്വയർ സമം ഡാഷ്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 1. One. 4. 1. 1 അല്ല ആൻസർ. 1 അല്ല ആൻസർ. 4. 4 ആണ് ആൻസർ. ഇത് നമുക്ക് വേണമെങ്കിൽ 2 രീതി ചെയ്താലും ആൻസർ കിട്ടും. നോക്കാം. ഒന്ന് സാധാരണ ഒരു സ്ക്വയർ എടുത്ത് ചെയ്താലും ആൻസർ കിട്ടും. അത് ആ രീതി പറയാം. ഇവിടെ നോക്കാം. നമുക്ക് ഇത് ഏത് പിന്നാണ്? വിഷമിന്ന. ഓക്കെ. അപ്പൊ 8 2 16 16 1 അല്ലേ? 17/2 ഓൾ സ്ക്വയർ മൈനസ് 7 2 14 പ്ലസ് 1 15/2 ഓൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്ത് ചെയ്ത് എത്ര കിട്ടും നോക്കാം. 17 സ്ക്വയർ പറഞ്ഞാൽ 289. 5 സ്ക്വയർ 225. ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും അല്ലെ? 2 സ്ക്വയർ 4 ആണ്. ഇതിന്റെ സ്ക്വയർ 17 സ്ക്വയർ 289 ആണ്. 2 സ്ക്വയർ 4. 15 സ്ക്വയർ 225 ആണ്. 2 സ്ക്വയർ 4 ആണ്. അപ്പൊ ഇവിടെ നോക്കാം. 259 25 കുറച്ചത്ര ഉണ്ടാവും. 64 ഉണ്ടാവും. 64/4 നമുക്കറിയാം. 64നെ 4 കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ കിട്ടും 16 കിട്ടും. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ആണ് ആൻസർ. റൂട്ട് 16 പറഞ്ഞാൽ 4 ആണ് ആൻസർ. റൂട്ട് 16 എന്താ വരിക? 4. ഇനി വേറെ ഇത് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു സംഭവം ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. അല്ലെ? ഒന്നുകൂടെ വേണം പറയാം. 8 into 2 16. 60 plus 1 70/2 all square മൈനസ് ചിഹ്നം മൈനസ് 7 into 2 40 40 plus 1 15
ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ രണ്ടിന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 289/4 മൈനസ് 225/4. ഇത് മൈനസ് ചെയ്ത 64/4. 64 റൂട്ട് കാരണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16ആണ്. 16 റൂട്ട് 4ആണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആ രീതി ചെയ്താൽ ഈ ആൻസറിനെ കിട്ടും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് എ സ്ക്വയർ ആണ്, ഇത് ബി സ്ക്വയർ. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അപ്പൊ ഈ മോഡല് വരും. ഈ മോഡല് എന്താ പറഞ്ഞേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോ എന്താ വരിക, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ പ്ലസ് ഇത് രണ്ട് ഫസ്റ്റ് ചെയ്ത് അപ്പൊ കണ്ടോ 8 പ്ലസ് അല്ലെ ഹയർ ഉണ്ടാവും ഇൻറ്റു ഇത് എ പ്ലസ് ബി ആയി. അടുത്ത എ മൈനസ് ബി 8 മൈനസ് 8 ആയിരം കൂട്ടിയ 16 കിട്ടും. 8 ആയിരം കൂട്ടിയ 16 അല്ലേ, 16 കിട്ടും. ഇത് 8 നേരെ കുറച്ചാൽ 1 കിട്ടും. ഇൻറ്റു ആണ് ഇവിടെ, ഇൻറ്റു 1. അപ്പൊ എത്ര കിട്ടും, റൂട്ട് 16 പറഞ്ഞാൽ എന്താ വരിക, റൂട്ട് 16 ഇൻറ്റു 1 അല്ലേ, റൂട്ട് 16 എത്ര 4. ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഇതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് എ ബി എ മൈനസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.0028 ബൈ ഇൻറ്റു റൂട്ട് 225 ബൈ 0.0056 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 27 equal dash. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 2.5, ഓപ്ഷൻ ബി 2.75, ഓപ്ഷൻ സി 0.75, ഓപ്ഷൻ ഡി 2.25. $2.5. Okay. ഇതൊക്കെ അറിയാം. 225ന്റെ റൂട്ട്, ഇതിന്റെ റൂട്ട് എത്ര 15 ആണ്. ഇതിന്റെ റൂട്ട് നമ്മൾ ഒരു 25 ഒരു 30 വരെ റൂട്ടെങ്കിലും പഠിച്ചു വെക്കണം. സ്ക്വയർ പഠിച്ചാൽ റൂട്ട് അറിയാം. അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ തൽക്കാലം എന്താ ചെയ്യുക, 225 എടുക്കുക, അതിന്റെ റൂട്ട് കാണും. 5 പോവും. ഇതില് 22ല് 4 5 ഉണ്ടാവും. 4 5 20, 25ല് 5 അപ്പൊ 45 കിട്ടും. 45ല് 5 പോവും. ഇവിടെ 9 5 ഉണ്ടാവും. ഇതിൽ പോണ സംഖ്യ 3 പോവും. 3 റൂട്ട് ആവുമ്പോ അല്ലെ 2ൽ 1 എടുത്താൽ മതി. ഇവിടെ 2 ഉണ്ട്. 2 5ല് 5. ഇവിടെ 3 2 2 1. അപ്പൊ 5 3 എത്ര 15. അപ്പൊ ഇവിടെ എത്ര കിട്ടും 15 കിട്ടും. അപ്പൊ ഇങ്ങനെ വരും 0.0028 into 15 by 0.0056 into ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ് കാണാൻ പറഞ്ഞു. ക്യൂബ് റൂട്ട് 27ന്റെ ക്യൂബ് റൂട്ട് എത്ര വരിക, 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണ് അല്ലേ, 3 അല്ലേ. 3 into 3 ആണ് 27. അപ്പൊ 4ന്റെ ക്യൂബ് എത്ര വരിക, 4ന്റെ ക്യൂബ് എത്ര വരിക 4 into 4 അല്ലേ ഉണ്ടാവും 64. 64 ക്യൂബ് റൂട്ട് ആണ് 4. 64ന്റെ ക്യൂബ് റൂട്ട് ആണ് 4. അപ്പൊ ക്യൂബ് റൂട്ട് ഒരു 10 വരെ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം.
സ്ക്വയർ ഒരു 30 വരെ അല്ലെങ്കിൽ 26 25 വരെയെങ്കിലും മിനിമം പഠിച്ചിരിക്കുക. അതേപോലെ ക്യൂബ് ഒരു 10 വരെ പഠിച്ചു വെക്കുക. അപ്പൊ നോക്കുക എന്താണ്. അപ്പൊ ഇത് ഇനി 27 അറിയില്ലെങ്കിൽ അതുകൊണ്ട് ഇത് പോണ സംഖ്യ ചെറിയ സംഖ്യ 3 ആണ് പോവുക. 3 പോയി ഇവിടെ 9 ഉണ്ടാവും. ഇതിൽ വീണ്ടും 3 പോകും. ക്യൂബ് റൂട്ട് പറഞ്ഞാൽ 3 ഒന്നാണ്. അപ്പൊ ഒരു 3 3 1 ഒരു 3 അവിടെ എന്തായി മാറും? ഇൻറ്റു 3 ആവും. അപ്പൊ നോക്ക് ഇനി അടുത്ത പോയിന്റ് സംഖ്യയോട് നോക്കാം. ഇവിടെ 4 പോയിന്റ് ആണ്. ഇവിടെയും 4 പോയിന്റ്. സിമ്പിൾ ആണ്. ഇവിടെ 4 പോയിന്റ്, ഇവിടെ 4. അപ്പൊ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 4 പോയിന്റ്, ഇവിടെ 4. അപ്പൊ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ചെയ്ത് അവിടെ നോക്കുക. പോയിന്റ് ഒഴിവാക്കി. ഇവിടെ 4 പോയിന്റ്, ഇവിടെ 4 പോയിന്റ്. അപ്പൊ എങ്ങനെ ചെയ്താൽ മതി? പോയിന്റ് ഒഴിവാക്കി 28/56 എഴുതിയാൽ മതി. കാരണം രണ്ട് ഭാഗത്തും പോയിന്റുകളുടെ എണ്ണം കൂടുതലും കുറവൊന്നുമില്ല. അപ്പൊ ഒരേ പോയിന്റ് ആയതുകൊണ്ട് അത് പോയിന്റ് ഒഴിവാക്കിയാണ്ട് എഴുതിയാൽ മതി. ഇൻറ്റു 15/3 നോക്കുക. 28ന്റെ ഡബിൾ ആണ്. അപ്പൊ ഇത് വെട്ടി ചെറുതാക്കുക. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെ 2 കിട്ടും. ഇത് വെട്ടി ചെറുതാക്കിയ ഇവിടെ ഒരു 3 ആകുമ്പോ ഇവിടെ 5 3. ഇപ്പൊ എന്താണാവും? 5/2. 5ൽ 2 പ്രാവശ്യം പോകും അല്ലെ? 2.5. ഉത്തരം 2.2. അപ്പൊ ദശാംശസംഖ്യയുടെ കാര്യം കൃത്യമായി പഠിച്ചു വെക്കുക. അതേപോലെ സ്ക്വയർ. അപ്പൊ ഞങ്ങൾ 2 ടോപ്പിക്കാണ്. ഒന്ന് ദശാംശസംഖ്യ, ഒന്ന് വർഗങ്ങളും അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താ 280നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണ വർഗമാകും? 280നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണ വർഗമാകും? ഓപ്ഷൻ തരാം. എ 35, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 70. 280നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണ വർഗമാകും? ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന ഇതിനെ ഘടകങ്ങളാക്കി മാറ്റുക. അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കി മാറ്റുക. അപ്പോൾ നോക്കുക. അപ്പൊ എന്ത് ചെയ്താ അല്ലെ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക നിങ്ങള് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കുക. അപ്പൊ 280ൽ പോകുന്ന ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അപ്പൊ 140 കിട്ടും. 2 വീണ്ടും പോകും. അപ്പൊ എത്ര ഉണ്ടാവും? 70 കിട്ടും. ഇനി 2 ഇനിയും പോകും. അപ്പൊ 35 കിട്ടും. ഇനി 2 പോകൂല, 5 പോകും. 5 പോകുമ്പോ എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം. അപ്പൊ ഈ പൂർണ്ണ വർഗം എന്ന് പറഞ്ഞാൽ 1x1 അല്ലെ? 2 സംഖ്യകൾ ഉണ്ടാവും. 1ന്റെ വർഗം പറഞ്ഞാൽ 1 ആണ്. 1x1 ആണ്. 2x2 ആണ് 4. 4 പൂർണ്ണ വർഗം. എന്തിന്റെ? 2ന്റെ വർഗമാണ്. അപ്പൊ 3ന്റെ വർഗം 9. 3x. അപ്പൊ ഈ 2 സംഖ്യ ഇല്ലാതെ അപ്പോൾ ഒഴിവാക്കുക. അത് എടുക്കുക. 2 ഉണ്ട്, അത് മാറ്റി നിർത്തുക. ബാക്കി ഒരു 2 അല്ലെ? അപ്പൊ 2 എടുത്തു. സിംഗിൾ ആണ് 5, അതിനും എടുത്തു. സിംഗിൾ ആണ് 7, അതും എടുത്തു. അപ്പൊ ഇവിടെ സിംഗിൾ ആയി നിൽക്കുന്നത് 2 സിംഗിൾ ആണ്, 5 സിംഗിൾ ആണ്, 7 സിംഗിൾ ആണ്. അപ്പൊ ഡബിൾ ലൈനെ മാറ്റി നിർത്തി ഇത് വിൻഡ് ചെയ്യും. അപ്പൊ അതാണ് ആൻസർ വരിക. 2 × 5. 2 × 5 എത്ര വരിക? 2 × 5 10. 10 × 7 70 കൊണ്ട് ഇൻഡ് ചെയ്താൽ എന്തായിരിക്കും? അതെന്തായി മാറും? അത് പൂർണ്ണ വർഗമാവും. അതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താല് 216നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താ 216നെ
ഏറ്റവും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാ ചെയ്തിട്ടുണ്ട്. സോറി, 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് 64. അടുത്ത ക്വസ്റ്റ്യൻ 64. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് A, B, C, D, E. A, B, C, D, E എന്നീ 5 ആളുകൾ വൃത്താകൃതിയായ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര രീതിയിൽ ഇരുത്താം? ക്വസ്റ്റ്യൻ എന്താണ്? A, B, C, D, E എന്നീ 5 ആളുകളെ വൃത്താകൃതിയായ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര രീതിയിൽ ഇരുത്താം? ഇത് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഹലോ, ഇത് ചെയ്തില്ല. ഹലോ, ഇല്ല. ഓപ്ഷൻ ആണ് തരാം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 12. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 5 പേര് ഒരു വട്ടമേശക്ക് ചുറ്റിരിക്കണം. അപ്പൊ എത്ര രീതിയിലായ ഞങ്ങൾ തിരിച്ചു മറിച്ചിട്ടാൻ രീതി അറിഞ്ഞാൽ അത് കാണാനുള്ള ഒരു മെത്തേഡാണെന്ത്? ഒന്ന് കുറക്കുക. ഒന്ന് കുറച്ചിട്ടുണ്ടാവും 5 എണ്ണത്തിൽ 1 കുറച്ചാൽ 4 ഉണ്ടാവും. 6 എണ്ണാണ് ഉണ്ടാവുക, 1 കുറച്ച 5 ഉണ്ടാവും. 3 എണ്ണാണ് 1 കുറച്ചാൽ 2 ഉണ്ടാവും. അപ്പൊ 1 കുറച്ചിട്ട് അതിന്റെ ഫാക്ടോറിയൽ കണ്ടാൽ മതി. അപ്പൊ 4 ഇവിടെ 5 അല്ലേ, അപ്പൊ 1 കുറച്ചാൽ 4 ഫാക്ടോറിയൽ എന്താണ്? 4 ഫാക്ടോറിയൽ എന്താ? 4 into 3 into 2 into 1 ആണ്. എത്ര ഉണ്ടാവും? 4 2 12, 12 എത്ര? 24 ആണ്. അപ്പൊ വൃത്താകൃതിയാണ് എന്ത് ചെയ്താൽ മതി? നേർരേഖയാണ് അതന്നെ എടുക്കണം, നേർരേഖയാണ് അതന്നെ എടുക്കണം. വൃത്താകൃതിയാണ് എന്ത് ചെയ്യുക? 1 കുറച്ചിട്ട് അത് എന്ത് ചെയ്യുക? അതിന്റെ ഫാക്ടോറിയൽ കണ്ട ആൻസർ ആയി മാറും. അപ്പൊ നോക്കാം, ഇതിൽ 5 എണ്ണം ആയതുകൊണ്ട് 1 കുറച്ചപ്പോ 4. 4 ഫാക്ടോറിയൽ 4 into 3 into 2 എത്ര ഉണ്ടാവും? 4 into 3 into 2 into 1 എന്ന് പറഞ്ഞാൽ 24 രീതിയിൽ ഇരുത്താൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഒരു വരിയിലാണ് എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ എടുക്കണം, കാരണം വരിയിലാവുമ്പോൾ 1 കുറക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് 5 വിദ്യാർത്ഥികളെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത 5 വിദ്യാർത്ഥികളെ ഒരു വരിയിൽ എത്ര രീതിയിൽ അണിനിരത്താം? 5 വിദ്യാർത്ഥികളെ ഒരു വരിയിൽ എത്ര രീതിയിൽ അണിനിരത്താം? ഓപ്ഷൻ എങ്ങനെ പറഞ്ഞേ? ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 5. ഓക്കെ, 120. കാരണം ഒരു വരിയിലാവുമ്പോ എന്താണ്? 5 ആണ് 5 ഫാക്ടോറിയൽ, 4 ആണ് 4 ഫാക്ടോറിയൽ, 6 ആണ് 6 ഫാക്ടോറിയൽ. അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 5 into 4 into 3 into 2 into 1. 5 ഫാക്ടോറിയൽ 5 into 4 into 3 into 2 into 1. അപ്പൊ ഇൻറ്റു എത്ര ഉണ്ടാവും? 120 കിട്ടും. ആൻസർ 120 രീതിയിൽ അവരെ ഇരുത്താം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 2 വ്യത്യസ്ത സംഖ്യകൾ
രണ്ട് വ്യത്യസ്ത സംഖ്യകൾ കണക്കിലെ 4 അടിസ്ഥാന ക്രിയകൾക്ക് വിധേയമാക്കി രണ്ട് വ്യത്യസ്ത സംഖ്യകൾ കണക്കിലെ 4 അടിസ്ഥാന ക്രിയകൾക്ക് വിധേയമാക്കി 3 ക്രിയകളുടെ ഫലങ്ങൾ താഴെ തന്നിരിക്കുന്നു. 3 ക്രിയകളുടെ ഫലങ്ങൾ താഴെ തന്നിരിക്കുന്നു. നാലാമത്തെ ക്രിയയുടെ ഫലം ഏതെന്ന് കാണുക. രണ്ട് വ്യത്യസ്ത സംഖ്യകൾ കണക്കിലെ 4 അടിസ്ഥാന ക്രിയകൾക്ക് വിധേയമാക്കി 3 ക്രിയകളുടെ ഫലങ്ങൾ താഴെ തന്നിരിക്കുന്നു. നാലാമത്തെ ക്രിയയുടെ ഫലം ഏതെന്ന് കണക്കാക്കുക. അതിൽ 1 40, 3 2 60, 3 500, 4 ഏതാണെന്ന് കാണുക വേണ്ടത്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാല് 5 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാല് 25 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ ഓക്കെ ജസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്ത ക്വസ്റ്റ്യനുകളൊക്കെ മനസ്സിലാവാത്തോണ്ട് നോക്കി 2 മിനിറ്റ് ചെയ്തു കഴിഞ്ഞൊരു പ്രശ്നമില്ല. ചെയ്യാത്തവർ ചെയ്ത് കഴിഞ്ഞവർ എന്താ ചെയ്യാ ഇതിനെ ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഹലോ, പ്രശ്നമുണ്ടോ? ഹലോ, ചെയ്ത ബസ്സിലല്ല. അപ്പൊ ഇതൊന്നും പറയാം, ഇങ്ങോട്ട് നോക്കാം. 4 അടിസ്ഥാന ക്രിയകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ? മൈനസ്, പ്ലസ്, ഗുണനം, ഹരണം. ഇതാണ് 4 കണക്കിലെ 4 അടിസ്ഥാന ക്രിയകൾ. അപ്പൊ 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് വന്നത് 40 ആണ്. അടുത്ത 2 സംഖ്യകൾ ഉപയോഗിച്ച് 60 വരുന്നത്. അടുത്ത 2 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് ചെയ്ത ഫസ്റ്റ് കിട്ടിയ അടിസ്ഥാന 40 കിട്ടി. അടുത്ത അതേ സംഖ്യകൾ ഉപയോഗിച്ച് വേറെ അടിസ്ഥാന ക്രിയ ഉപയോഗിച്ച് ഒരു അടിസ്ഥാന ക്രിയ ഉപയോഗിച്ചപ്പോ 60 കിട്ടി. വേറെ അടിസ്ഥാന ക്രിയ ഉപയോഗിച്ചപ്പോ 500 കിട്ടി. അടുത്ത ഏത് കിട്ടുന്നതാണ് ചോദ്യം. അപ്പൊ നോക്കാം. അപ്പൊ എക്സാം ആയിട്ട് നമുക്ക് മനസ്സിലായി 50ഉം 10ഉം എടുത്തു കഴിഞ്ഞാൽ 50 10 കുറച്ചാൽ എത്ര കിട്ടും? 40 കിട്ടും. ഈ ക്രിയ ഉപയോഗിച്ച് അടുത്ത് നോക്കുക. 50 പ്ലസ് 10 എത്ര വരും? 60 കിട്ടും. അപ്പൊ ഫസ്റ്റ് അടിസ്ഥാന ക്രിയ മൈനസ് ഉപയോഗിച്ചപ്പോ ഫസ്റ്റ് എന്ത് കിട്ടി? 40 കിട്ടി. അടുത്ത അതേ ആ സംഖ്യകളെടുത്ത് അടിസ്ഥാന ക്രിയ പ്ലസ് ഉപയോഗിച്ച 50 പ്ലസ് 10 ഉപയോഗിച്ചപ്പോ എത്ര കിട്ടി? 60 കിട്ടി. 2 സംഖ്യകൾ ഏതാണ് 2 സംഖ്യ പറഞ്ഞത്? അപ്പൊ അടുത്ത ഗുണനം എടുക്കുക. 50 × 10 ഗുണിച്ചപ്പോ എത്ര കിട്ടി? 500 കിട്ടി.
അടുത്ത ഈ രണ്ട് സംഖ്യകൾ വെച്ച് അടുത്ത ഹരണം ഉപയോഗിച്ച 50 ഹരിക്കണം 10 എത്ര ഉണ്ടാവും? 5. ആൻസർ 5. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെളുപ്പ് സമം കറുപ്പ്. വെളുപ്പ് സമം കറുപ്പ്, കോമ കറുപ്പ് സമം ചുവപ്പ്, ചുവപ്പ് സമം നീല, കോമ നീല സമം മഞ്ഞ, കോമ മഞ്ഞ സമം ചാരനിറം എങ്കിൽ ആകാശത്തിന്റെ നിറം എന്ത്? ഒന്നുകൂടെ പറയാം. വെളുപ്പ് സമം കറുപ്പ്, കോമ കറുപ്പ് സമം ഏതാണ്? ചുവപ്പ്, ചുവപ്പ് സമം നീല, നീല സമം മഞ്ഞ, മഞ്ഞ സമം കോമ മഞ്ഞ സമം ചാരനിറം എങ്കിൽ ആകാശത്തിന്റെ നിറം ഏത്? ഓപ്ഷൻ എ വെളുപ്പ്, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി മഞ്ഞ. മഞ്ഞ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആകാശം കാരണം നീല നിറാണ്. നീലക്ക് സമയം ഏതാ തന്നിരിക്കുന്നത്? നീല സമയം തന്നിരിക്കുന്ന മഞ്ഞല്ലേ? നീല സമയം തന്നിരിക്കുന്ന മഞ്ഞയാണ്. അതാണ് എന്റെ നീല സമയം മഞ്ഞല്ലേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കോമ പറഞ്ഞിട്ട്. അപ്പൊ ഇല്ലേ, അപ്പൊ അതാ എടുത്താ മതി. നീല നോക്കണം. നീല സമം എന്താ? നീല ആകാശം നീല നിറാണ്. അപ്പൊ നീലക്ക് സമയം എന്താ പറഞ്ഞു? അപ്പൊ ഉത്തരം മഞ്ഞയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 1, അടുത്ത് 2, 2, 3, 3, 3, 4, 4, 4, 5, 5, 5, 5, എക്സെട്ര എന്ന ശ്രേണിയിലെ 12ാം പദത്തിലെ അക്കങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 48, ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 144. ഓക്കെ. ഇവിടെ നോക്കാം അല്ലെ. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പദം 1 ആണ്. 1. അടുത്ത പദം 2ാം പദമാണ്. അപ്പൊ 2, 2. അടുത്ത പദം എന്താ? 3ാം പദമാണ്. 3, 3, 3 പ്രാവശ്യം. അടുത്ത പദം 4ാം പദം 4, 4, 4. അടുത്ത പദം 5. അപ്പൊ 5, 5 പ്രാവശ്യം 5. അങ്ങനെ 12ാം പദം എന്താവും? 12 അല്ലെ? 12 പ്രാവശ്യം എഴുതി ഉണ്ടാവും. 12 പ്രാവശ്യം എഴുതുമ്പോ എങ്ങനെ വരും? എങ്ങനെ വരും? 12, 12, 12, 12, 12 എക്സെട്ര 12, 12. അങ്ങനെ 12 12 കിടക്കും. 12 12 ഉണ്ടാവും. ഇത് കൂട്ടി കഴിഞ്ഞാൽ അല്ലെ 1, 2 കൂട്ടിയാ എത്ര വരും? 3 കിട്ടും. അങ്ങനെ 12 3 ഉണ്ട്. 12 3 എത്ര വരിക? 36. ഇത് 3 അല്ലേ? 1, 2 കൂട്ടി അപ്പൊ കൂടെ തുക ചോദിച്ച് നിങ്ങളുടെ 12 പദത്തിലെ അല്ലെ 12ാം പദത്തിലെ അക്കങ്ങളുടെ തുക ചോദിച്ച് 12ാം പദത്തിലെ അക്കങ്ങളുടെ തുക 12ാം പദത്തിൽ 12 12 എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 1, 3 കൂട്ടിയാൽ 3 കിട്ടും. 1, 2 കൂട്ടിയാൽ 3, 1, 2 കൂട്ടിയാൽ 3, 1, 2 കൂട്ടിയാൽ 3, 1, 2, 3 അങ്ങനെ 12 12 × 3 36 അക്കങ്ങളുടെ തുക. ആൻസർ വരിക 36.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ. ഒരു ക്യൂബിന്റെ ഓരോ വശത്തിനും ഓരോ നിറമാണ്. ഒരു ക്യൂബിന്റെ ഓരോ വശത്തിനും ഓരോ നിറമാണ്. ക്യൂബിന്റെ മുകൾ വശം ചുവപ്പാണ്. ക്യൂബിന്റെ മുകൾ വശം ചുവപ്പാണ്. നീലക്കും പച്ചക്കും ഇടക്കാണ് കറുപ്പ്. നീലക്കും പച്ചക്കും ഇടക്കാണ് കറുപ്പ്. നീലക്കും പച്ചക്കും ഇടക്കാണ് കറുപ്പ് നിറം. നീലക്കും പച്ചക്കും ഇടക്കാണ് വെള്ള നിറം. മഞ്ഞ നിറം ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടക്കായാൽ മഞ്ഞ നിറത്തിനെതിരെയുള്ള നിറം ഏത്? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ വെള്ള, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ ഡി കറുപ്പ്. ഏതാണ് ആൻസർ വരിക? വൈറ്റ് ആണോ വരിക? ഏത് ചോദിച്ചേ? വെള്ള ആണോ വരിക? അതെ വെള്ള ആൻസർ വെള്ള അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ഒരു ക്യൂബിന്റെ ഓരോ വശത്തിനും ഓരോ നിറമാണ് അല്ലെ? ക്യൂബിന്റെ മുകൾ വശം ചുവപ്പാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുകൾ ഭാഗം ഒക്കെ ചുവപ്പാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന നീലക്കും പച്ചക്കും ഇടക്കാണ് കറുപ്പ് എന്ന് പറഞ്ഞല്ലേ? നീലക്കും പച്ചക്കും ഇടക്കാണ് കറുപ്പ്. നീല കറുപ്പ് പച്ച, നീല കറുപ്പ് പച്ച. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? നീലക്കും പച്ചക്കും ഇടയിലാണ് വെള്ള എന്ന് പറഞ്ഞു. അപ്പൊ നീല കറുപ്പ് അല്ലെ? നീലക്കും പച്ചക്കും ഇടയിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? വെള്ള എന്ന് പറഞ്ഞിരിക്കുന്നത്. നീലക്കും പച്ചക്കും ഇടയിലാണ് വെള്ള നിറം.
പിന്നെ മഞ്ഞ നിറം ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലാണ്. ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലാണ് ആര്? മഞ്ഞ നിറം. മഞ്ഞ. അങ്ങനെ ആകെ ഒരു ക്യൂബിന് 6 മുഖമുണ്ട്. അപ്പൊ ഓരോ നിറമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഭാഗത്തും ഓരോ നിറമാകുമ്പോ 6 നിറങ്ങളാണ് ഉണ്ടാകും. ഒന്ന് നീലയാണെങ്കിൽ ഒന്ന് കറുപ്പ്, ഒന്ന് പച്ച, ഒന്ന് വെള്ളമായിരിക്കും, ഒന്ന് ചുവപ്പ്, ഒന്ന് മഞ്ഞ. അങ്ങനെ 6 നിറങ്ങളെ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നിറം പറഞ്ഞിട്ടുണ്ട് ക്യൂബിന്റെ ഓരോ നിറമാണ്. ക്യൂബിന്റെ മുകൾ ഭാഗം ചുവപ്പ്. അപ്പൊ മുകൾ ഭാഗം ചുവപ്പാണ്. ചുവപ്പ് എഴുതി. പിന്നെ ഈ കണ്ടീഷൻ നമുക്കുണ്ട്, അതുകൊണ്ടാണ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ മുകൾ ഭാഗം ചുവപ്പാകുമ്പോ ഇതിന്റെ ഈ സൈഡിൽ വരുന്നതായിരിക്കും ഇതിന്റെ നടുഭാഗം പറഞ്ഞ ഈ നടുവിൽ വരുന്നത് അല്ലെ. ഈ അടിഭാഗം എന്തായിരിക്കും? പിന്നെന്ത് പറഞ്ഞു? ചുവപ്പിന് അല്ലെ, ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലാണ് മഞ്ഞാന്ന്. അപ്പൊ ഈ മഞ്ഞാന്ന് ഈ സൈഡിലേ വരുള്ളൂ. അപ്പൊ അടിഭാഗം ഇടയിൽ പറഞ്ഞതുകൊണ്ട് കറുപ്പ് എന്തായിരിക്കും? ചുവപ്പിനെതിരെയായിരിക്കും. അപ്പൊ ഇവിടെ കറുപ്പാണ് അല്ലെ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, താഴെ പറഞ്ഞു ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലാണ് മഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഈ സൈഡിൽ ഒരിക്കലും കറുപ്പ് വരാൻ, കാരണം ഇതിന്റെ ഇവിടെ ഒന്നും കറുപ്പ് ഈ 4 സൈഡിലും കറുപ്പ് വരാൻ പാടില്ല. കാരണം ഇടയിൽ വേറെ സംഖ്യ ഉള്ളത് കൊണ്ട് ഈ സൈഡിൽ ഒരിക്കലും എന്ത് വരില്ല? കറുപ്പ് വരില്ല. കാരണം ഇത് തൊട്ടടുത്ത സംഖ്യ വരാൻ പറ്റില്ല ഇല്ലേ. ഇടയിൽ വേറെ സംഖ്യ കളർ വരുമ്പോ എന്താ പറ്റില്ല? കറുപ്പ് ഒരിക്കലും ഈ ഭാഗത്ത് വരാൻ പാടുണ്ടാവും. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ചുവപ്പിനെതിരെ എന്തായിരിക്കും? കറുപ്പാണ്. അപ്പൊ മഞ്ഞ ഇതിന്റെ എവിടെയെങ്കിലും ഇടയിൽ വരും. ഈ 4 കളറിൽ ഒന്ന് മഞ്ഞായി. പിന്നെ ഈ ബാക്കി 4 കളർ എന്താ? അപ്പൊ നമുക്ക് ഇവിടെ ചുവപ്പ് വെട്ട, കറുപ്പ് വെട്ട, ഈ കറുപ്പ് വെട്ട. ഈ ബാക്കി തന്നിരിക്കുന്ന ഈ കളർ 4 കളറായിരിക്കും ഇതിന് ചുറ്റുഭാഗത്തും ഉണ്ടാകുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി ഇത് ഈ ഭാഗം പുറത്തുള്ള ഈ ഭാഗം നീലായി എടുക്കുകയാണെങ്കിൽ അല്ലെ, വെള്ളം ഒന്നെങ്കിൽ ഇവിടെ വരാം, ആ ഭാഗത്ത് വരാം, അപ്പുറത്തെ ഭാഗത്ത് വരാം. ഈ പുറം ഭാഗം നീലയായി എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരാം? ഒന്നെങ്കിൽ വെള്ള വരാം അല്ലെ, വെള്ള വരാം, ഇവിടെ വെള്ള വരാം, ആ ഭാഗത്ത് പച്ച വരാം. അങ്ങനെ എടുക്കാം. ഇത് നീലെടുക്കുന്നു, ഇത് പച്ച. അപ്പൊ ഈ ഭാഗം എന്തായിരിക്കും? ഒന്നെങ്കിൽ വെള്ള വരാം അല്ലെ, വെള്ള വരാം, മഞ്ഞ വരാം. ഒന്നെങ്കിൽ മഞ്ഞ അവിടെ വരാം, ഇവിടെ നീല. ഇപ്പൊ നോക്കാം, ഞാൻ എന്ത് ചെയ്ത് ഇത് നീലെടുത്തു, നീല വെട്ടി, നീലും ചെയ്തിട്ടുണ്ട്. പച്ച എഴുതിയിട്ടുണ്ട്, പച്ചും വെട്ടി. ഇനി ആകെ 2 നിറയേ ഉള്ളൂ. ഏതൊക്കെ നിറയുള്ളൂ ഇനി വെട്ടാത്ത? 2 നിറയേ ഉള്ളൂ. ഇവിടെ നീലും കൊടുത്താൽ ഇവിടെ പച്ച കൊടുത്തിട്ടു. അപ്പൊ നോക്കാം, ഇനി 2 നിറയേ ഉള്ളൂ. ഏതൊക്കെയുള്ളേ നോക്കിട്ട് ബോർഡ് നോക്കിട്ട് മനസ്സിലാവും. 2 നിറ ഏതേ ഉള്ളൂ? ഹലോ, 2 വെള്ളയും മഞ്ഞ. അപ്പൊ അത് ചോദ്യം എന്താ? ചോദ്യം എന്താണ്? ചോദ്യം എന്താ പറഞ്ഞേ? മഞ്ഞയുടെ ഓപ്പോസിറ്റ് കളർ ഏതാണ്? വെള്ളല്ലേ. ഇവിടെ നോക്കാം, ഇത് ഞാൻ വെള്ളം എടുക്കുകയാണെങ്കിൽ ആ ഭാഗം പച്ച എടുത്തു കഴിഞ്ഞാൽ ഇത് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒന്ന് നീലയുടെയും പച്ചയുടെയും ഇടയിലല്ല ഇത് വരിക. ഇവിടെ നീല വരികയാണെങ്കിൽ അവിടെ പച്ച വരികയാണെങ്കിൽ ഈ ഭാഗം ഏതാ വരിക? ഈ ഭാഗം ഒന്നെങ്കിൽ മഞ്ഞയായിരിക്കണം, അല്ലെങ്കിൽ മഞ്ഞയായിരിക്കാം, അല്ലെങ്കിൽ വെള്ളയായിരിക്കും. ഇത് വെള്ളയാണെങ്കിൽ ആ ഭാഗം മഞ്ഞയായിരിക്കും. റെഡിയല്ലേ? അപ്പൊ ഇത് മഞ്ഞ എടുക്കുകയാണെങ്കിൽ ഇത് മഞ്ഞ എടുക്കുകയാണെങ്കിൽ അല്ലെ, മഞ്ഞ എടുക്കല്ല, ഇവിടെ നീലയുടെയും പച്ചയുടെയും വെള്ളം എടുക്കാം. ഓക്കെ, വെള്ളം എടുക്കുകയാണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? മഞ്ഞ വരും അല്ലെ. മഞ്ഞ ആ ഭാഗത്ത് വരികയാണെങ്കിൽ നോക്കാം. കണ്ടീഷൻ ഒരു കാര്യം പറയുന്നുണ്ട്, ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലാണ് മഞ്ഞ. മുകൾ ഭാഗം ചുവപ്പാണെങ്കിൽ ഈ ഭാഗം മഞ്ഞാണെങ്കിൽ അടിഭാഗം കറുപ്പ്. ഓക്കെ, കണ്ടീഷനിലും കറക്റ്റ് ആയില്ലേ? അപ്പൊ എന്താണ്? മഞ്ഞക്കെതിരെ എന്തായാലും വെള്ളക്കെതിരെ മഞ്ഞ ആൻസറായി. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താ, ഒരു ക്വസ്റ്റ്യൻ ചെയ്താ, കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് 45 മിനിറ്റ് ഇടവിട്ട് ബസ്സുകൾ പുറപ്പെടുന്നു. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് 45 മിനിറ്റ് ഇടവിട്ടാണ് ബസ്സുകൾ പുറപ്പെടുന്നത്.
ഒരാൾക്ക് അന്വേഷണ വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. ഒരാൾക്ക് അന്വേഷണ വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. അവസാന ബസ് 15 മിനിറ്റ് മുമ്പാണ് പുറപ്പെട്ടത്. അടുത്ത ബസ് 5:15 പുറപ്പെടും. എന്നാൽ അടുത്ത ബസ് 5:15 പുറപ്പെടും. എന്നാൽ അന്വേഷണ വിഭാഗം വിവരം നൽകി എത്ര മണിക്കാണ്? ഓപ്ഷൻ എ 4:30, ഓപ്ഷൻ ബി 4:45, ഓപ്ഷൻ സി 5 മണി, ഓപ്ഷൻ സി ഡി 4:15. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 4:45. ഓക്കെ, കറക്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബസ് അവസാനം അല്ലെ, അടുത്ത ബസ് പുറപ്പെടുന്നത് 5:15 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3/4 മണിക്കൂർ ഇവിടെ വിട്ടാണ് ബസ് പോകുന്നത്. തൊട്ട മുമ്പ് എത്രയായിരിക്കും? 4:30 ബസ് പോകുന്നത്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന സമയം അല്ലെ, പിന്നെ അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവസാനം ബസ് 15 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ബസ് 15 മിനിറ്റ് പുറപ്പെടാവും. 4:30 ആകുമ്പോൾ 4:45 പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് അയാൾ 4:45 ചോദിക്കുന്നത്. അതുകൊണ്ട് 15 മിനിറ്റ്. അപ്പൊ ഓപ്ഷൻ ഉത്തരം ഏതാ വരിക? 4:45. എന്റെ ഭാഗം ഒരു ക്വസ്റ്റ്യൻ വേറെ തരാം. ഒരു ക്വസ്റ്റ്യൻ ഇത് 3:1/10 പ്ലസ് 2:1/5 പ്ലസ് 5:1/15 സമം ഡാഷ്. എത്ര ആൻസർ കിട്ടി? എത്ര ആൻസർ വരട്ടെ? അതൊന്ന് പരിഹരിക്കാൻ എന്താ ഒന്നും കിട്ടില്ലേ? ഇല്ല. എത്ര ആൻസർ? ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് ചെയ്യണം? ആദ്യം 3 കൂട്ടുക, 2 കൂട്ടുക, 5 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 3 + 2 + 5. 3 + 2 + 5 എത്ര ഉണ്ടാവും? 3 + 2 + 5 10 വരും. ഇവിടെ ചിഹ്നം പ്ലസ് ആണ്.
ഇവിടെ ചിഹ്നം എന്താ പ്ലസ് ആണ്. ഇത് ഇൻറ്റു ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ചിഹ്നം എന്താ പ്ലസ് ആണ്. 3 + 2 + 5 ആണ് 10. ഇവിടെ ചിഹ്നം പ്ലസ് കൊടുക്കും. ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്? 1/10 ഉണ്ട്, അത് എടുത്തിട്ടില്ല. ഇവിടെ എന്താ എടുക്കാത്തുള്ളത്? 1/5 ഉണ്ട്. ഇവിടെ നിന്നുണ്ട് 1/15 ഉണ്ട്. 1/15. അതായത് 3 + 2 + 5 അപ്പൊ 10. ഇവിടെ ചിഹ്നം പ്ലസ് അപ്പൊ 1/10, 1/5, 1/15. ഇനി ഈ 3 സംഖ്യന്റെയും ലസാഗു കാണും. 3 സംഖ്യന്റെയും ലസാഗു കാണണം. ഇവിടെ നോക്കുക, ഇവിടെ വലിയ സംഖ്യ 15 ആണ്. ഈ 15ൽ 5 പക്ഷെ 10 പൂർണ്ണമായിട്ടും പോകില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡബിൾ എടുത്തു നോക്കാം. ഇപ്പൊ എത്ര? 30. ഈ 30ൽ എന്തായിരിക്കും? 10ഉം പോവും, 15ഉം പോവും, 5ഉം പോവും. അപ്പൊ ഇവിടെ ലസാഗു 30, LCM 30 ആണ്. അപ്പൊ നോക്കുക, 10 പ്ലസ് LCM 30. LCM 30. ഈ 30ൽ എത്ര പ്രാവശ്യം 10 പോവും? ഈ 30 എത്ര 10 ഉണ്ടാവും? 3 10. അപ്പൊ 1 ഇവിടെ സംഖ്യ അതാ 1 ആണെങ്കിൽ ഗുണിക്കേണ്ട ആവശ്യമില്ല. 2 3 ഒക്കെ ഗുണിക്കണം. അപ്പൊ 1 × 3 അല്ലെ. 30ൽ എത്ര 10 ഉണ്ടാവും? 3 10. ഇപ്പൊ ഒന്നുകൂടെ കുടിച്ചിട്ട് ഏതാണ്ട് കുടിക്കണ സ്റ്റെപ്പ് കുറച്ചാണ്. 30 എത്ര 10 ഉണ്ടാവും? 3 10. 1 × അവിടെ കുടിക്കേണ്ടി, പക്ഷേ കുടിക്കുന്നില്ല. കാരണം സംഖ്യകൾ വേറെ ആകുമ്പോൾ ഒന്നോട് കുടിച്ചിട്ട് സംഖ്യ മാറില്ലല്ലോ. അപ്പൊ 30 എത്ര 10 ഉണ്ടാവും? 3 പ്രാവശ്യം. പ്ലസ് 30 എത്ര പ്രാവശ്യം? 5 ഉണ്ടാവും, 6 പ്രാവശ്യം. പ്ലസ് 30 പ്രാവശ്യം 15 ഉണ്ടാവും, 2 പ്രാവശ്യം. പരിപാടി കഴിഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെ 10 കിട്ടി. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? കൂട്ടി കഴിഞ്ഞാൽ 11. അപ്പൊ 10 11/30. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താണ്? 10 11/30. ഇത് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ 10 30 300. 300ഉം 11ഉം 311/30. ഇത് നിന്റെ ആൻസർ ആണ്. 10 11/30 ഓർ 311/30. ഒന്നുകൂടി പറഞ്ഞില്ല, 3ഉം 2ഉം 5 കൂട്ടിയ 10 കിട്ടും. എല്ലാ സംഖ്യകളും കൂട്ടി നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ, ഒരു ഹോംവർക്ക് തരാം. എന്നിട്ട് ഞാൻ നിർത്തുകയാണ്, ക്ലാസ് നിർത്തുകയാണ്. അതൊന്ന് ചെയ്ത് നോക്കാം. സംശയം അടുത്ത ക്ലാസ് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയോളൂ. 4 1/2 പ്ലസ് 3 1/4 1 1/6. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പിന്നെ എന്തെങ്കിലും അടുത്ത ക്ലാസ് പറയാം. വേറെ ഒന്നും പറയാനുണ്ടോ?